ഹലോ ഗെയ്സ്, നിങ്ങളിങ്ങനെ എന്നോ ഓരോന്ന് കുക്ക് ചെയ്ത് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ലാന്ന്. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു പ്രാക്ടിക്കൽ എക്സാമോട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കറി ഉണ്ടാക്കല കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. ഇന്ന് ഞാൻ ബീൻസ് തോരനാണ് വെക്കുന്നത്. മീൻ വറക്കാമെന്നൊക്കെ വിചാരിച്ചു, നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആദ്യം കഴുകി ക്ലീൻ ചെയ്തു. എന്നിട്ട് അരിയാൻ തുടങ്ങി കേട്ടോ. കൈ കൊണ്ട് ആദ്യം അരിയാൻ തുടങ്ങി, പക്ഷേ സാധിച്ചില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട്, എന്തോ ഭയങ്കര കട്ടിയുള്ള പോലെ തോന്നി. അപ്പം എൻ്റെ കട്ടിങ് പാഡ് എടുത്തു. കട്ടിങ് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, കമത്തി വയ്ക്കുക, അതാണ് നമ്മുടെ കട്ടിങ് പാഡ്. അങ്ങനെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി. ഇതെന്ന് വെച്ചാൽ വലിയ വലിയ കറിയെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ അരിയും സബോളയും മുളകും എല്ലാം കൂടെ അരിഞ്ഞ് മഞ്ഞൾ പൊടി ഉപ്പൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വെച്ച് തട്ടിപ്പൊതിഞ്ഞ് വെച്ച് വേവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ കേട്ടോ. അത് തന്നെ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ വെക്കാനൊന്നും അറിയില്ല. ഒക്കെ എത്ര പെട്ടെന്ന് ഈ കുക്കിംഗ് പരിപാടി എളുപ്പപ്പണി ചെയ്ത് തീർക്കാവോ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും. എന്തെങ്കിലും വെക്കാനായിട്ടുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇരിക്കും എൻ്റെ മൈൻഡ്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. സവോളയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടെ അതിനകത്ത് തട്ടിപ്പൊത്തി വേവാൻ വെച്ചു. വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് എനിക്കവിടെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന ശരിക്കും ഇവിടെ അല്ല, വേറൊരു ടേബിൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ ടേബിളുമ്മേ ഞാനത് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി. വൃത്തിയാക്കാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനിത് മാറ്റി ഇപ്പുറത്തേക്ക് വേറൊരു മേശയുണ്ട്, അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ ടേബിളൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. എന്നിട്ട് ആ ടേബിളും ഒരു ഷാമ്പൂ ഒക്കെ ഒഴിച്ച് ബ്രൈറ്റ് വെച്ചിട്ട് ഉരച്ച് സെറ്റാക്കി ഒന്ന് ഉരച്ചെടുത്തിട്ടു. ഭയങ്കര എണ്ണമയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കറ പോലെയായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്ന് പാടുപെടേണ്ടി വന്നു. വെള്ളമൊക്കെ തൂവി നമുക്കങ്ങനെ വല്ലാണ്ട് അങ്ങനെ വെള്ളമൊന്നും ഇതാക്കി കഴുകാൻ പറ്റില്ല. വീട്ടിലെ പോലെയല്ലല്ലോ അവിടുത്തെ സിറ്റുവേഷൻ. ഇത്തിരി ഹോസ്റ്റലായ കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് ഉരച്ച് നല്ല പതപ്പിച്ചതിന് ശേഷം തുടച്ചെടുക്കുകയാണ് ചെയ്തത്. തുടച്ച് വേറൊരു തുണിയും കൊണ്ട് തുടച്ച് വൃത്തിയാക്കി. തോരനൊക്കെ സെറ്റായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ മെസ്സിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇതുവരെ ഞങ്ങളുടെ ജോസ് ഭക്ഷണം കഴിക്കണ കണ്ടിട്ടില്ല. അവൾക്ക് കാലിന് വയ്യാത്ത കാരണം ഫുഡ് എടുത്തുകൊണ്ട് വരികയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അവളെ കാണിക്കാൻ പറ്റാതെ. ഇന്ന് ഞാൻ അവൾ റൂമിലിരുന്ന് കഴിക്കുന്ന എടുത്തോട്ടെ. ഭയങ്കര നാണമൊക്കെ വന്ന് ചിരിച്ചിരിക്കും കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ട് ഫുഡ് കഴിക്കണ ആദ്യത്തെ വ്യക്തിയായിരിക്കും. ഞങ്ങളങ്ങനെ ചെയ്യും. ഈയിടെയായിട്ട് എന്തോ ഭയങ്കര ലിപ്സ്റ്റിക് ഭ്രാന്താണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം ഗൈസ്. താങ്ക് യു സോ മച്ച്.